ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യുന്നത് കാറിൻ്റെ റിയർ വീലിൻ്റെ ബ്രേക്ക് സ്റ്റക്കായ ഡ്രം എങ്ങനെ എളുപ്പത്തിൽ അഴിച്ചെടുക്കാമെന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പഴയ മാരുതി എസ്റ്റീമാണ് ഈ കാണുന്ന കാറ്. ഈ മാരുതി എസ്റ്റീമിൻ്റെ റിയർ വീല് ജാക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സോക്കറ്റ് സ്പാനർ ഉപയോഗിച്ചിട്ട് നമ്മൾ കാറിൻ്റെ വീൽ നട്ടുകളെല്ലാം അഴിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വീൽ നട്ട് അഴിച്ച ശേഷം അതിൻ്റെ ടയർ നമുക്ക് എളുപ്പത്തിൽ അഴിച്ചു മാറ്റാൻ വേണ്ടി പറ്റും. എല്ലാ വീൽ നട്ടുകളും അഴിക്കുക. വീൽ നട്ട് അഴിച്ചാൽ ഇപ്പോഴും നമുക്ക് ഡ്രം കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഡ്രം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് അത്യാവശ്യം തുരുമ്പൊക്കെ ഉണ്ട്. ഇത് കുറേ കാലമായിട്ട് ഓടാതെ വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ നമുക്ക് അഴിക്കണം. അപ്പോൾ ഈ സ്ക്രൂ അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇമ്പാക്റ്റ് സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത്. ഇമ്പാക്റ്റ് സ്ക്രൂ ഡ്രൈവർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ്. ഈ ഇമ്പാക്റ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ മേലെ ഹാമർ ചെയ്യുക. ഹാമർ ചെയ്താൽ ആ സ്ക്രൂ നമുക്ക് എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ പറ്റും. ഇത് റിയർ ഹബ്ബിലേക്കുള്ള, അതായത് ഡ്രമ്മെന്ന് ഹബ്ബിലേക്കുള്ള ഒരു കണക്ഷനായിട്ടാണ് ഈ സ്ക്രൂ വരുന്നത്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഡ്രമ്മ് സാധാരണ നിലയിൽ ഒന്ന് ഹാമർ ചെയ്താൽ ഡ്രമ്മ് പുറത്തേക്ക് വരേണ്ടതാണ്. പക്ഷേ ഈ കേസിൽ ഈ ഡ്രമ്മ് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ 2 ബോൾട്ടുകൾ എടുക്കുക. ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 2 ബോൾട്ടുകൾ അവിടെ വെച്ച് നന്നായി ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഒരെണ്ണം കുറച്ച് ടൈറ്റാക്കുക, പിന്നെ രണ്ടാമത്തത് കുറച്ച് ടൈറ്റാക്കുക. അങ്ങനെ മാറി മാറി ടൈറ്റാക്കുക. ഒരു ബോൾട്ട് കുറച്ച് കറക്കുക, 1-2 തവണ കറക്കുക. അതേപോലെ തന്നെ മറ്റേതും കറക്കുക. ഇങ്ങനെ മാറി മാറി കറക്കുമ്പോൾ നമ്മൾ സാധാരണ 3 ലെഗ് പുള്ളറോ അല്ലെങ്കിൽ ബാരിങ് പുള്ളറോ, സാധാരണ പുള്ളറൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ തന്നെ ഈ ഡ്രമ്മ് മെല്ലെ 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 പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഓരോ ബോൾട്ടും ടൈറ്റാക്കുമ്പോൾ അതിൻ്റെ സൈഡ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഡ്രമ്മ് എങ്ങനെയാണ് മെല്ലെ മെല്ലെ പുറത്തേക്ക് വരുന്നതെന്നുള്ളത്. വേറെ ഒരു ടൂളിൻ്റെ ആവശ്യമില്ല. ഈ 2 ബോൾട്ടുകൾ സാധാരണ കാണുന്ന 2 ബോൾട്ടുകളാണ്, സാധാ ബോൾട്ടുകളാണ്. ത്രെഡ് കറക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ 2 ബോൾട്ടുകളും ടൈറ്റാക്കുക. ടൈറ്റാക്കുമ്പോഴേക്ക് ഡ്രമ്മ് ഇപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആ കാരിയർ പ്ലേറ്റിൻ്റെ അവിടെയുള്ള ആ ഗ്യാപ്പ് നമുക്കിവിടെ വീഡിയോ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഇങ്ങനെ ടൈറ്റാക്കുമ്പോൾ മെല്ലെ മെല്ലെ ഈ ഡ്രമ്മ് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വന്ന ശേഷം ആ ബോൾട്ട് നമുക്ക് അഴിച്ചു മാറ്റാം. അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ബോൾട്ട് അഴിച്ചു മാറ്റിയ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാമർ കൊണ്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അങ്ങനെ തട്ടി കൊടുത്താലും ആ ഡ്രമ്മ് അങ്ങനെ അഴിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴാണ് നമ്മൾ ആ ബോൾട്ട് ഇപ്പോൾ ഡ്രം ഏകദേശം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടിക്കുമ്പോൾ ആ പൊടിയൊക്കെ വരുന്ന കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ബോൾട്ട് അഴിച്ചു മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. ഇപ്പോഴേ ഡ്രമ്മ് പൂർണ്ണമായും അതിൻ്റെ അകത്തുനിന്ന് ഇളകിയിട്ടുണ്ട്. ഇനി ഡ്രമ്മ് മെല്ലെ പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ അടർന്നു പോയിട്ടുള്ളത്. ബ്രേക്ക് ഷൂന്ന് ലൈനറൊക്കെ അടർന്നു പോയി. അതൊക്കെ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ വെച്ച ഒരു വണ്ടിയാണ്. ഓക്കെ, വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.